ലൈവിൽ ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മുടെ അനീഷും വൈൽഡ് കാർഡുകളും തമ്മിൽ ചെറിയ രീതിയിൽ ഒന്ന് ഒരസുന്നുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരുമിച്ചിരിക്കണം എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോ എല്ലാവരും അനീഷ് ഇരിക്കുന്ന അനീഷിന്റെ ആ ഒരു അറ്റത്തേക്ക് നീങ്ങിയിരുന്നു സോഫയില്. എപ്പോഴും അനീഷ് ഇരിക്കുന്ന ഒരു സ്പോട്ട് ആയതുകൊണ്ടും പുള്ളി അവിടുന്ന് നൈസായിട്ട് ഇവര് മാറ്റി അപ്പുറത്തേക്ക് വിടാൻ ശ്രമിച്ചത് കൊണ്ടും അനീഷ് പറയുവാണ്, നിങ്ങൾ എന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി, വളരെയേറെ സന്തോഷമുണ്ട്. എന്റെ സ്ഥലത്ത് നിന്ന് എന്നെ മാറ്റി എന്നെ ടാർഗറ്റ് ആക്കുമല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിന്റെ ആ ഒരു സ്ലാങ് അറിയാമല്ലോ, ആ രീതിയിൽ അങ്ങ് പറയുവാണ്. അനീഷ് ലൈറ്റായിട്ടൊന്ന് പ്രൊവോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഡ്യൂട്ടീസ് ഇവർക്ക് കൊടുക്കുന്ന സമയത്തും അനീഷ് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്, ജെല്ലാവാൻ ശ്രമിക്കണമെന്നോ അങ്ങനെ എന്തോ. അപ്പൊ അത് പറയുന്നത് മസ്താനി അനീഷ് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ മറ്റേ റിപ്പീറ്റ് അടിച്ചുള്ള വർത്താനം, അതിങ്ങനെ എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. വൈൽഡ് കാർഡ് മത്സരാർത്ഥികള് ആരെ ടാർഗറ്റ് ആക്കി വെച്ചാലും വെച്ചില്ലേലും എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, മര്യാദയ്ക്ക് റൂൾസ് ലംഘിക്കാതെ സൂക്ഷ്മതയോടെ നോക്കിയും കണ്ടുമൊക്കെ കളിച്ചാൽ പ്രേക്ഷകർ അവിടെ നിർത്തും. അല്ലാത്ത പക്ഷം പിടിച്ച് പുറത്തേക്കിടും. ജിഷിൻ മോഹൻ, മസ്താനി, ലക്ഷ്മി, സാബു, പ്രവീൺ, ഇവർ 5 പേരിൽ എനിക്ക് പേഴ്സണലി ഒരു വാവ് ഫാക്ടർ അടിച്ച ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഉള്ളത് പറയുവാണ്. വന്ന് കയറിയതേ ഉള്ളൂ, പക്ഷെ കഴിഞ്ഞ സീസണിലൊക്കെ പോലെ ആഹാ ഇവര് പൊളിക്കും, ഇവര് എന്റർടൈനറാണ്, അടിപൊളിയാണ്, അങ്ങനെയൊന്നും തോന്നിയ ആരും ഇല്ല. ബാക്കി അവരുടെ ഗെയിമും എടുക്കുന്ന നിലപാടുകളും പിന്നെ അവിടെ ആരൊക്കെ ആയിട്ട് പോട്ടി പിടിക്കുന്നു എന്നൊക്കെ ഉള്ള അനുസരിച്ചിരിക്കും. നമുക്ക് നോക്കാം, കണ്ടറിയാം എന്തൊക്കെയാണ് ഇവരുടെ ഗെയിം സ്ട്രാറ്റജീസ് എന്നും കാര്യങ്ങളൊക്കെ കുറെ അറിയാനുണ്ട്. എല്ലാവരും ഒന്ന് ഇരുന്നൊന്ന് സെറ്റിലായി ഓരോ കോൺവെർസേഷൻസിലേക്കൊക്കെ ഏർപ്പെടുമ്പോൾ നമുക്കറിയാം എന്താണ് ഏതാണ് ഇവരുടെയൊക്കെ മോട്ടിവേഷൻ എന്നുള്ളത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.